ഇനി നമ്മൾ പോകുന്നത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടുതൽ കുരുക്കിലേക്ക് പോകുമ്പോൾ സർക്കാർ, അതായത് സതീശനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ മാർച്ച് ഉണ്ടായിരുന്നത്, ഉദ്ഘാടനം ചെയ്തു. പറവൂരിലെ ജനങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കൊള്ളയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകിയത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. അമൽ, ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്ന വ്യാജേന വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെ ഒക്കെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുനർജനി പദ്ധതി എന്ന പദ്ധതിക്ക് ഒരു പേരും ഇട്ടുകൊണ്ട് ആളുകളെയൊക്കെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിദേശ ഫണ്ട് സ്വീകരിച്ചതിലടക്കം ക്രമക്കേട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴിതാ നോക്കൂ, ഭൂമി വാങ്ങിയതിലും ഒപ്പം പാടം നികത്തിയതിലും അടക്കം ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ഒരു കൊള്ളക്കാരനായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ആളുകളെയൊക്കെ എങ്ങനെയാണ് കബളിപ്പിക്കാൻ സാധിക്കുന്നത്? ഒരുപക്ഷേ കോൺഗ്രസിനകത്ത് പോലും വി.ഡി. സതീശനെതിരെ പടയൊരുക്കം ഉണ്ടാകുന്ന സാഹചര്യം. ഭദ്ര, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുനർജനി പദ്ധതിയിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള കണ്ടെത്തലുകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 2018 മഹാപ്രളയത്തിൽ വീടും ഒപ്പം തന്നെ അവർ എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്ക് വീട് വെച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ പുനർജനി പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിൽ നിന്നായി ഫണ്ട് ശേഖരിക്കുകയും ചെയ്തു. UK അടക്കം പോയിക്കൊണ്ടാണ് ഫണ്ട് ശേഖരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ നിയമവ്യവസ്ഥയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിദേശ രാജ്യത്തേക്ക് പോവുകയും അവിടെ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പങ്കെടുത്ത ഓരോ പേരും 500 പൗണ്ട് വെച്ച് ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കണം എന്നാണ്. അങ്ങനെ UK നിന്ന് മാത്രം 22,500 പൗണ്ട്, അതായത് ഏകദേശം 20 ലക്ഷം രൂപയോളമാണ് ഈ പദ്ധതിയിലേക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് വീടോ അത്തരത്തിൽ ഒരു സഹായവും നൽകിയിട്ടില്ല എന്നാണ് പിന്നീട് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഫണ്ട് തങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്ന ആ വീഡിയോകൾ അടക്കം നിലവിൽ വിജിലൻസിന്റെ കയ്യിലുണ്ട്. ഡിജിറ്റൽ രേഖയായി അത് സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. അതേസമയം തന്നെ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിച്ചു നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യം കൂടിയാണ്. എന്നാൽ 217ഓളം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് എന്നൊരു വാദത്തിലാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് ഉള്ളത്. എന്നാൽ അത് എവിടെ നൽകി, അത് ആർക്ക് നൽകി എന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരവില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റു സംഘടനകൾ ഒക്കെ തന്നെ വീട് നിർമ്മിച്ചു നൽകുകയും എന്നാൽ ആ വീടുകളിൽ ഇത്തരത്തിൽ പുനർജനിയുടെ പേര് വെച്ചു എന്ന രീതിയിലുള്ള മറ്റൊരു പരാതി അടക്കം നിലനിൽക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു 12 കുടുംബങ്ങൾക്ക്, വീടില്ലാത്ത 12 കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ പുത്തൻ വേലിക്കരയിലെ എളന്തിക്കര എന്ന സ്ഥലത്ത് ഫ്ലാറ്റ് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പരിപാടികളിലേക്ക് അല്ലെ പ്രവർത്തനങ്ങളിലേക്ക് അടക്കം കടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ശാരദാ വിദ്യാമന്ദിർ എന്ന ട്രസ്റ്റ് 15 സെന്റ് ഭൂമി നൽകുകയും അവിടെ ഹാബിറ്ററ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന സംഘടനയുടെ ഒക്കെ സഹായത്തോടു കൂടി അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തറക്കല്ലിടൽ, ഫ്ലാറ്റിൻ്റെ തറക്കല്ലിടൽ പ്രവർത്തികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും അതിൻ്റെ തുടർച്ച ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോകുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുകയും എന്നാൽ ആ ഫണ്ട് ഉപയോഗിച്ച് ഒരു പ്രവർത്തനവും നടത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. ആ ഫണ്ട് എവിടേക്ക് പോയി, ആ ഫണ്ട് ഉപയോഗിച്ച് ആർക്ക് വീട് വെച്ചു എന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു ഉത്തരമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 12 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് നിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ ഭാഗമായും വലിയ അഴിമതികൾ എന്നാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുണ്ടായ പ്രതിഷേധത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഭൂമി ഏറ്റെടുക്കൽ, ഒപ്പം തന്നെ പാടം നികത്തൽ, ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. വലിയ രീതിയിൽ ഫണ്ട് പ്രതിപക്ഷ നേതാവിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ പണം എവിടേക്ക് പോയി എന്നതിൽ ഒരു വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പറവൂരിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവ് പോയിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വീട് നൽകാം, എല്ലാ സഹായങ്ങളും
നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്കടക്കം പോയി 20 ലക്ഷത്തോളം രൂപ അത് മണപ്പാട്ട് എന്ന ഒരു ഫൗണ്ടേഷൻ വഴി സ്വരൂപിക്കുകയും എന്നാൽ ആ പണം ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള പദ്ധതികളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വീട് നിർമ്മാണത്തിലേക്കോ ഒന്നും കടക്കാത്ത ഒരു സാഹചര്യം. ആ പണം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ക്രമക്കേട് തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നടന്നിരിക്കുന്നു എന്ന് വിജിലൻസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പറവൂരിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പത്ര തീർച്ചയായും അമൽനാഥ് പാടിച്ചാൽ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ള തീവട്ടിക്കൊള്ള എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും അത്തരത്തിലുള്ള ക്രമക്കേടുകളുമൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം. ഇനിയിപ്പോൾ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയെന്നൊക്കെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ജനങ്ങളിലേക്ക് അടിച്ച് ഏൽപ്പിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. സ്പീക്കർ ചോദിച്ച ഒരു ചോദ്യത്തിൽ മാത്രമാണ് വിജിലൻസ് പറഞ്ഞത് ഈ വി.ഡി. സതീശൻ്റെ അക്കൗണ്ടിലേക്കല്ല വന്നിട്ടുള്ളത് പണം, മറിച്ച് എവിടേക്കാണ് അത് പോയിട്ടുള്ളത്? മണപ്പാട്ട് ഫൗണ്ടേഷൻസിലേക്കാണ്. എന്തായാലും മണപ്പാട്ട് ഫൗണ്ടേഷൻസും ഇപ്പോൾ ചോദ്യമുനയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. CBI അന്വേഷണം വി.ഡി. സതീശനും എതിരെ മാത്രമല്ല മണക്കാട്ട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണം വേണമെന്ന ശുപാർശ ഇന്നലെ വിജിലൻസ് നൽകിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. പറവൂരിലെ ജനങ്ങൾ ഈ വി.ഡി. സതീശൻ്റെ സ്വന്തം മണ്ഡലം കൂടിയാണ്. വി.ഡി. സതീശൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ സർക്കാരിൻ്റെ ഓഡിറ്റ് പോലും വേണ്ട ഈ കാര്യത്തിലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുമ്പോൾ എത്രത്തോളം കൊള്ള അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്, കൃത്യമായ കണക്കുകളോ അല്ലെങ്കിൽ എത്രത്തോളം ഫണ്ട് പിരിച്ചു, ആ ഫണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു, എത്രത്തോളം വീടുകൾ നിർമ്മിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായൊരു കണക്ക് നൽകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ഓഡിറ്റൊന്നും വേണ്ട എന്ന് സതീശൻ ആവർത്തിച്ച് വാർത്താസമ്മേളനത്തിലൊക്കെ പറയുന്നത്.